വിജയകുമാർ നെട്ടൂർ സ്വദേശിയായ ഏജന്റിനാണ് ഈ 1-ാം നമ്പർ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. നെട്ടൂർ സ്വദേശിയാണ്. ആ ഏജന്റിന് 2 മാസം മുൻപ് 1 കോടി രൂപയും ഇതുപോലെയുള്ള ലോട്ടറി ടിക്കറ്റ് വിറ്റ ആളാണ്. ഇപ്പോൾ ലതീഷിനെയാണ് വിളിക്കുന്നത്. നെട്ടൂർ സ്വദേശിയായ എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ ഏജന്റ് ഉള്ളത്. നെട്ടൂർ സ്വദേശിയായ ഏജന്റ് ലതീഷ് എന്നാണ് ആ ഏജന്റിന്റെ പേര്. അദ്ദേഹമാണ് ഈ ലോട്ടറി അവിടെ നിന്ന് 1-ാം സമ്മാനാർഹമായ ടിക്കറ്റ് ഈ ഭഗവതി ലോട്ടറി ഏജൻസി വൈറ്റിൽ അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. നെട്ടൂർ സ്വദേശിയാണ്, എറണാകുളംകാരൻ തന്നെയാണ്. അപ്പോൾ ഇനി ലതീഷിനെ അറിയുള്ളൂ. ലതീഷ് ആർക്കാണ് ഈ ലോട്ടറി വിറ്റിരിക്കുന്നത് എന്നത്. ലതീഷ് നേരത്തെയും തൊട്ടടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ 1 കോടി രൂപയുടെ സമ്മാനാർഹമായ ടിക്കറ്റും ഈ ലതീഷ് തന്നെ വിറ്റിരുന്നു. അപ്പോൾ ലതീഷ് തുടർച്ചയായി ഭാഗ്യം വിൽക്കുന്ന ഒരു ഏജന്റാണ് എന്നിതാ ഒരിക്കൽ കൂടി തെളിയുകയാണ്. 1 കോടി, അതിനുശേഷം ഈ ഓണം ബമ്പർ 25 കോടി. അപ്പോൾ നെട്ടൂരുള്ള ലതീഷിനെ നമുക്ക് വേഗം കണ്ടെത്തണം. ലതീഷിനെ അറിയൂ. ഈ പറയുന്ന 25 കോടിയുടെ ഭാഗ്യവാൻ ആരാണ്, ആരുടെ പക്കലാണ് ആ ടിക്കറ്റ് ഉള്ളത് എന്നത്. ഇത് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ച വിവരം വരുന്നത് നമ്മുടെ ലോട്ടറി ഏജൻസി, ഭഗവതി ലോട്ടറി ഏജൻസി എറണാകുളത്ത് വൈറ്റില അവിടെയുള്ള എന്താണ് മൊത്ത വിതരണ കേന്ദ്രമാണ്. അവരാണ് കാര്യം പറയുന്നത്. റഫി തുടരാം. റാഫി എന്താണ് ഈ ലതീഷാണ് ഇത് വാങ്ങിയിരിക്കുന്നത്, നെട്ടൂർ സ്വദേശിയാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഭാഗ്യവാൻ എറണാകുളം ജില്ലക്കാരനായിരിക്കാം, ഉറപ്പില്ല, ഒരു സാധ്യത അല്ലേ? ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ വൈറ്റിലയിലെ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്നാണ്. അവിടെ വിറ്റ ടിക്കറ്റാണ്. അത് വാങ്ങിയിരിക്കുന്നത് ലതീഷ് എന്ന ഒരു ഏജന്റാണ്. അദ്ദേഹം നെട്ടൂർ സ്വദേശിയാണ്. ഒരു പക്ഷേ നെട്ടൂർ സ്വദേശി വിറ്റത് കൊച്ചിയിൽ തന്നെയുള്ള ടിക്കറ്റ് ആയിരിക്കാം, കൊച്ചിയിലായിരിക്കാം, ഉറപ്പില്ല, സാധ്യതയാണ് ഞാൻ പറയുന്നത്. റാഫി കരീം അവിടെ നിന്ന് ചേരുന്നുണ്ട് വൈറ്റിലയിലെ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്ന്. ഇത് ലതീഷ് എന്ന ഏജന്റ് വാങ്ങി, അങ്ങനെയാണെങ്കിൽ അത് എറണാകുളത്ത് തന്നെ വിറ്റ ടിക്കറ്റ് ആയിരിക്കാം അല്ലേ റാഫി? തീർച്ചയായും ലതീഷാണ് ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത്. ലതീഷ് നെട്ടൂർ ഭാഗത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന ഏജന്റ് ആണ് എന്നുള്ളതാണ് ഈ ഭഗവതി ലോട്ടറി ഏജൻസീസിൽ നിന്ന് നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ വലിയ അളവിലുള്ള ലോട്ടറി ഒന്നും ലതീഷ് വാങ്ങിയിട്ടില്ല. ആ ചെറിയ അളവിൽ റീറ്റെയിൽ വിൽപ്പന നടത്തുന്ന ഒരു ഏജന്റാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ഒരാളായിരിക്കാം ഈ തിരുവോണം ബമ്പറിന്റെ വിജയി എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ലതീഷിനെ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഭഗവതി ലോട്ടറി ഏജൻസി. 2 മാസം മുൻപ് 1 കോടി രൂപയുടെ ബമ്പർ ലോട്ടറി വിജയിയുമാണ് ഈ ലതീഷ്. അതായത് ലതീഷിൽ നിന്ന് തുടർച്ചയായി ഇത്തരത്തിൽ ഈ ലോട്ടറികൾ ബമ്പർ അടിക്കുന്നത്. ഈ ലതീഷിന് കഴിഞ്ഞ തവണ വിജയിച്ചത് ഏത് ലോട്ടറി? 2 മാസം മുമ്പ് നമ്മുടെ ഈ ഡെയിലി ടിക്കറ്റിൽ 1 കോടി അടിച്ചിട്ടുണ്ട് പുള്ളി. ലതീഷ് എന്ന് പറയുന്ന ഏജന്റിനാണ് അടിച്ചിരിക്കുന്നത്. നെട്ടൂരുള്ള ലതീഷ് എന്ന് പറയുന്ന ഏജന്റിനാണ് അടിച്ചിരിക്കുന്നത്. പുള്ളിക്ക് 2 മാസം മുമ്പ് 1 കോടി രൂപയുടെ പ്രൈസ് പുള്ളിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നെട്ടൂർ സ്വദേശി ലതീഷിനാണ് ആ ലോട്ടറി 1-ാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ലതീഷ് 1 കോടിയുടെ ഒരു ടിക്കറ്റ് നേരത്തെ 2 മാസം മുമ്പ് സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റയാളാണ്. അപ്പോൾ ലതീഷിനെ കണ്ടെത്തണം. ലതീഷിന് മാത്രമേ അറിയൂ ഈ ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ആർക്കാണ് എന്നത്. ഒരു പക്ഷേ അത് എറണാകുളത്ത് തന്നെ ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഭഗവതി ലോട്ടറി ഏജൻസി അത് വൈറ്റിലെ ഉള്ളതാണ്. അവിടുന്ന് പോയ ടിക്കറ്റാണ്. വാങ്ങിയിരിക്കുന്ന ആളെ കണ്ടെത്തി, ലതീഷാണ്. അദ്ദേഹം എറണാകുളത്ത് തന്നെ നെട്ടൂർ സ്വദേശിയാണ്. അവിടെ അവർ വിറ്റ ടിക്കറ്റിൻ്റെ സമ്മാനം അടിച്ച ടിക്കറ്റിൻ്റെ അത് വിറ്റ മൊത്ത വിതരണ കേന്ദ്രത്തിൽ വലിയ ആഘോഷം നടക്കുന്നുണ്ട്. അവിടെ മധുരം വിതരണം ചെയ്തൊക്കെ ആഘോഷിക്കുകയാണ്. 25 കോടിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഫലപ്രഖ്യാപനം. 1-ാം സമ്മാനാർഹമായ ടിക്കറ്റ് TH57825. അത് നെട്ടൂർ സ്വദേശി ലതീഷാണ് ആ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ലതീഷിന് ടിക്കറ്റ് വിറ്റത് മൊത്ത ഏജൻസിയായ ഭഗവതി ലോട്ടറി ഏജൻസി വൈറ്റില. അവിടെ നിന്ന് ലതീഷ് വാങ്ങുന്നു. ലതീഷ് എറണാകുളത്ത് ഈ നെട്ടൂരും പരിസര പ്രദേശങ്ങളിലും ലോട്ടറി വിൽക്കുന്ന ഒരു ഏജന്റാണ്. അദ്ദേഹം വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്, 1-ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.